എന്റർപ്രണർ അല്ലെങ്കിൽ മാനേജ്മെന്റ് പെയിൻഫുൾ ആയിട്ടുള്ള ട്രാൻസാക്ഷനിലൂടെ കടന്നു വന്നാൽ ഈ ഓർഗനൈസേഷന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറയാമോ? ഓർഗനൈസേഷന് ഇൻന്യൂമറസ് ബെനിഫിറ്റ്സ് ആണ് സത്യം പറഞ്ഞാല്. പ്രത്യേകിച്ചും ഒരു എന്താ പറയാ, ഒരു അനാലിസിസ് ചെയ്യാൻ പറ്റാത്ത ഒരു ടൂൾ ലൈക്ക് എൻ എക്സൽ ഓർ ഒരു എന്താ പറയാ, നമ്മൾ പേപ്പറിൽ എഴുതുന്നതിൽ ഒരു ERP പോലെയുള്ള ടൂളിലേക്ക് പോകുമ്പോൾ ഇൻന്യൂമറസ് ബെനിഫിറ്റ്സ് ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ നമ്മുടെ പ്രൊക്യൂർമെന്റ്, ഏതൊരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന്റെയും പ്രോഫിറ്റബിലിറ്റിയുടെ ഒരു വലിയ പാർട്ട് എന്ന് പറയുന്നത് കോസ്റ്റ് നമ്മൾ എത്രമാത്രം കൺട്രോൾ ചെയ്യുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോസ്റ്റ് എത്ര കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു അത്രയും നമ്മുടെ പ്രോഫിറ്റ് കൂടുകയാണ്. ഇപ്പൊ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പല പല വഴികളുണ്ട്. അതിൽ ഒരു വഴി എന്ന് പറയുന്നത് റൈറ്റ് സാധനങ്ങൾ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്രൈസിന് പർച്ചേസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ERPയുടെ ഒരു പ്രൊക്യൂർമെന്റ് മോഡ്യൂൾ എടുത്താൽ നമുക്ക് ഒന്നുകിൽ നമ്മൾ സ്ഥിരമായി വാങ്ങിക്കുന്ന സപ്ലയേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം. അപ്പൊ നമുക്കറിയാം അവരുടെ നിന്നാണ് നമുക്ക് ഏറ്റവും ലോ പ്രൈസിൽ കിട്ടുന്നത്. അല്ലെങ്കിൽ അത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ നിന്നാണ് നമുക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി ഏറ്റവും നന്നായി കിട്ടുന്നത്. ഇത് വെച്ച് നമുക്ക് ഒന്നുകിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി അതല്ല, പുതിയൊരു പ്രോഡക്റ്റിന് വേണ്ടി നമ്മളൊരു സപ്ലയറെ കണ്ടുപിടിക്കാൻ പോവുകയാണെങ്കിൽ നമുക്കൊരു കോട്ട്, റിക്വസ്റ്റ് ഫോർ കോട്ട് അതിൽ നിന്ന് തന്നെ ERPയിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം, അവർക്ക് അയക്കാം. അവരെല്ലാവരും തിരിച്ചയക്കുന്ന കോട്ടുകൾ എടുത്ത് സിസ്റ്റം തന്നെ കമ്പയർ ചെയ്ത് നമുക്ക് പറഞ്ഞു തരും ഇതാണ് നമുക്ക് സ്യൂട്ടബിൾ ആയ L1 ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും എന്താ പറയാ, അൺബയസ്ഡ് ആയിട്ടുള്ള വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസണും. അത് കഴിഞ്ഞ് പിന്നെ PO റേസ് ചെയ്യലും അതിന്റെ അവിടെ നിന്ന് നമുക്ക് മെറ്റീരിയൽ വരുന്നതും ഇവിടെ നമ്മൾ ഇൻവേർഡ് എടുക്കുന്നതും എല്ലാം കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ് ERPയുടെ കാര്യം. അങ്ങനെ വരുമ്പോൾ ഒരു തരത്തിലുള്ള ലീക്കേജസിനും ചാൻസ് ഇല്ല. അത് മാത്രമല്ല, എല്ലാ ട്രാൻസാക്ഷൻസും ട്രാൻസ്പെയറന്റ് ആണ്. ഇപ്പൊ പ്രൊക്യൂർമെന്റിൽ നിന്ന് ഫിനാൻസിലെത്തിയാലും ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ മിക്ക ട്രാൻസാക്ഷനും ഒരു ഫിനാൻഷ്യൽ ഇമ്പാക്ട് ഉണ്ടാവും. ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം വളരെ ട്രാൻസ്പെയറന്റ് ആയിട്ട് അത് കാണേണ്ടവർക്ക്, അതിലും നമുക്ക് ആക്സസ് കൺട്രോൾസ് കൊണ്ടുവരാം, ഓത്തറൈസേഷൻ കൊണ്ടുവരാം. അതുകൊണ്ട് കാണേണ്ടവർ മാത്രമേ ആ ട്രാൻസാക്ഷൻസ് കാണുള്ളൂ. പക്ഷെ ഒരു മാനേജ്മെന്റ് ലെവലിൽ നിന്ന് ആലോചിച്ചാൽ അവർക്കെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാം. എത്ര ചാക്ക് സിമെന്റ് നമ്മൾ PO കൊടുത്തു, അതിൽ എത്ര വന്നു സൈറ്റില്, അതിൽ റിട്ടേൺ ചെയ്യാൻ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ എത്ര ഉണ്ടായിരുന്നു, അത് എന്ത് പ്രൈസിന് വാങ്ങിച്ചു. ആ പ്രൈസിന് വാങ്ങിക്കാൻ പോകുമ്പോൾ, നെഗോസിയേഷന് പോകുമ്പോൾ സിസ്റ്റത്തിൽ തന്നെ ഹിസ്റ്റോറിക്കലി നമുക്ക് കാണാം പണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ട്രാൻസാക്ഷൻസിൽ ഇത്രയാണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിന് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ സപ്ലയർ പറഞ്ഞിരിക്കുന്ന കാശ് അതിനേക്കാൾ ഒരുപാട് കൂടുതലാണെങ്കിൽ നമുക്കൊരു ഡിസിഷൻ എടുക്കാം ആ സമയത്ത്. ഇപ്പൊ വാങ്ങിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇയാളുടെ നിന്ന് തന്നെ വാങ്ങിക്കണോ വേറൊരാൾ നോക്കണോ എന്നുള്ളതെല്ലാം. അങ്ങനെ ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര എംപവർമെന്റ് ആണ് ആസ് ഫാർ ആസ് മാനേജ്മെന്റ് ഇസ് കൺസേൺ. ഇനി എംപ്ലോയീസ് ലെവലിൽ എത്തിയാൽ നമുക്കിപ്പോ തലവേദനയുള്ള പല ട്രാൻസാക്ഷൻസും, എസ്പെഷ്യലി അക്കൗണ്ടിംഗുകാർക്കും ഫിനാൻസുകാർക്കും ഒരുപാട് ബില്ലുകൾ ഇങ്ങനെ വരുന്നു, അവരിത് നോക്കുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പോയപ്പോ അതിന്റെ VP പ്രോജക്ട്സ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ടേബിളിൽ ഒരുപാട് ബില്ലുകൾ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ എല്ലാം വന്നതാണോ കിട്ടിയതാണോ എന്നൊന്നും നോക്കാൻ, ഓരോന്നും നോക്കാനിരുന്ന് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എല്ലാം സൈൻ ചെയ്ത് വിടും എന്ന് പറയും. അതുപോലെയാണ് ഒരു സിസ്റ്റം ഇല്ലാതിരിക്കുമ്പോൾ ഉള്ള ട്രാൻസാക്ഷൻസ് അങ്ങനെയാണ് വരുന്നത്. അതിന് പകരം ഇതെല്ലാം സിസ്റ്റം ത്രൂ വരികയാണ്. അതിൽ തന്നെ ട്രാക്കിംഗ് കാണാൻ പറ്റും. നമ്മൾ പ്ലാൻ ചെയ്തത് ഇത്ര ചാക്ക് സിമന്റ് ആണെങ്കിൽ അതിൽ നിന്ന് ഇത്രയാണ് നമ്മളിപ്പോ PO കൊടുത്തത്, അതിൽ ഇത്രയാണ് വന്നത്, ഇനി ഇത്രയാണ് ബാലൻസ് ഉള്ളത്, ഇന്ന എമൗണ്ടിനാണ് നമ്മൾ ഇത്തവണ വാങ്ങിച്ചത്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമ്പോൾ ആ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് വളരെ ഈസിയാവും. ഇനി അതുപോലെ സൈറ്റില് വർക്ക് നടക്കുന്നത്, പലപ്പോഴും ഇച്ചിരി ദൂരെയുള്ള സൈറ്റ് ആണെങ്കിൽ എപ്പോഴും നമുക്ക് പോയി ഒരു ഇൻസ്പെക്ഷൻ ഒന്നും സാധിക്കില്ല. അപ്പൊ കൃത്യമായിട്ട് അവിടെ നിന്ന് ഇന്ന് ഇത്രയാണ് വർക്ക് ചെയ്തത്, അതിന്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ERPയിൽ. അപ്പൊ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തു, ഇത്ര പേരാണ് ഇന്ന് അവിടെ വർക്ക് ചെയ്തത്, അതിൽ മെഷർമെന്റ് എടുത്തിട്ട് ഇത്ര മെഷർമെന്റിന്റെ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്, സ്ലാബ് ഇപ്പൊ കോൺക്രീറ്റിംഗ് ആണെങ്കിൽ ഇത്രയാണ് ചെയ്തത് എന്നുള്ളതടക്കം നമുക്ക് സൈറ്റിൽ നിന്ന് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. HOയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ക്ലിയർ ആണ് ഇതാണ് അവിടെ നടന്നത് എന്നുള്ളത്. പിന്നെ ഇടയ്ക്കുള്ള ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ മാനുവൽ ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ഷനും കൂടി നടത്തി കഴിയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് പോവാണ്. അതേപോലെ വേറൊരു വലിയ കാര്യം എന്ന് വെച്ചാല്, ഇപ്പോ നല്ലൊരു പ്രോജക്റ്റ് നമ്മൾ ബിഡ് ചെയ്യാണ്, ലൈക്ക് മേ ബി ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ലുലു മോൾ, അല്ലെങ്കിൽ ഒരു വലിയ ഇൻഫ്രാ പ്രോജക്റ്റ് നമ്മൾ ബിഡ് ചെയ്യുമ്പോൾ
ഇപ്പോ ടിപ്പിക്കലി നമ്മുടെ കമ്പനീസ് ലൈക്ക് ഗോദ്രേജ് അല്ലെങ്കിൽ L&Tക്കൊക്കെ ഇങ്ങനത്തെ പ്രോജക്ട്സ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? കാരണം എന്താന്ന് വെച്ചാൽ അത് കൊടുക്കുന്നവർക്ക് വിശ്വാസമാണ് ഇവരുടെ സിസ്റ്റത്തിൽ. ഇവർക്ക് അത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാനും പറ്റും. കാരണം വെച്ചാൽ അവരുടെ നിന്ന് വരുന്ന റിപ്പോർട്ട്സ്, അവരുടെ നിന്ന് വരുന്ന മെട്രിക്സ് എല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആണ്. അതിനെല്ലാം ഒരു നല്ലൊരു സിസ്റ്റം ഉണ്ട് ഇവർക്ക് ഇന്റേണലി എന്നുള്ള ഒരു ഓഡിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത്തരം പ്രോജക്ട്സ് ഇവർക്കൊക്കെ അവാർഡ് ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും ഇത്തരം പ്രോജക്ട്സ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിട്ട് പോലും നമുക്കത് ബിഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത്തരം സിസ്റ്റംസ് നമുക്ക് ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇതിനെല്ലാം അതുകൊണ്ട് ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കമ്പനിക്കും ERP എന്തുകൊണ്ടും ബെനിഫിറ്റ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ.